പാതിവില തട്ടിപ്പ് കേസിൽ കെ.എൻ. ആനന്ദ്കുമാർ തിരുവനന്തപുരത്തെ കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് നടപടി. ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടതിനെ തുടർന്ന് ആനന്ദ്കുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ജാമ്യാപേക്ഷ തള്ളിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി. KP ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആനന്ദ്കുമാറിനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ ആനന്ദ്കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വീട്ടിൽ നിന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴായിരുന്നു ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ആനന്ദ്കുമാറിനെ തിരുവനന്തപുരത്തുള്ള കോസ്മോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത്. ഇപ്പോൾ കോസ്മോ ആശുപത്രിയിൽ ആനന്ദ്കുമാർ അഡ്മിറ്റ് ആണ്. അദ്ദേഹത്തിന്റെ നിലയിൽ കുറച്ച് ചെക്കപ്പുകളും മറ്റും ചെയ്യാനുണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം തന്നെ ആനന്ദ്കുമാറിനെ പരിശോധിച്ച് വരികയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. KP ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മാറനെല്ലൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അരുൺ രാജിന് മരണം വരെ തടവ്. 25 വർഷം വരെ പരോൾ അനുവദിക്കരുതെന്ന് കോടതി. മാറനെല്ലൂർ സന്തോഷ് കൊലക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഇവരുമായി പ്രജിത് മോഹനൻ ചിരിയാണ്. പ്രജിത്ത്, വിധിയുടെ വിശദാംശങ്ങൾ. തിരുവനന്തപുരം മാറനല്ലൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അരുൺ രാജിനാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇത്തരത്തിലൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മരണം വരെ കഠിന തടവുന്ന ശിക്ഷ. 25 വർഷത്തിന് ശേഷം മാത്രമേ പരോൾ അനുവദിക്കാവൂ എന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട്. 2021 ഓഗസ്റ്റ് 14 കോറി ഉടമ സന്തോഷിനെയും തൊഴിലാളിയായ സജീഷിനെയും ഇയാൾ കൊലപ്പെടുത്തുന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പാറമടയ്ക്കെതിരെ പരാതി പറഞ്ഞതിനുള്ള വൈരാഗ്യത്തിൽ അരുൺ രാജിനെ ഈ സന്തോഷ് എന്നയാൾ മർദ്ദിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഇരട്ട കൊലപാതകം. സന്തോഷിന്റെ വീട്ടിൽ ഒരു രാത്രിയിൽ നടന്ന 2014 ഓഗസ്റ്റ് 14 രാത്രി നടന്ന ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ഇയാൾ എത്തിയത്. തുടർന്ന് എല്ലാവരും അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് ആദ്യം സന്തോഷിന്റെ സുഹൃത്തും ജീവനക്കാരനുമൊക്കെയായിരുന്ന സജീഷിനെ ആക്രമിക്കുന്നു. തുടർന്ന് സന്തോഷിനെയും ഈ പാറ പൊട്ടിക്കുന്ന ജാക്ക് ഹാമറിന്റെ കമ്പി ഉപയോഗിച്ചായിരുന്നു രണ്ടുപേരെയും ഇയാൾ ആദ്യം തലക്കടിച്ച് വീഴ്ത്തിരുന്നു. തുടർന്ന് കഴുത്തിന് പിന്നിൽ വെട്ടിയും മരണം ഉറപ്പാക്കി. തുടർന്ന് പിറ്റേ ദിവസം സ്റ്റേഷനിലെത്തിയാണ് പ്രതി കീഴടങ്ങി. 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ വിധി വരുന്നത്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.